ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊലപാതകം നടക്കുന്നു, എന്നാൽ അതൊരു സ്വാഭാവിക മരണമാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇത് തന്നെയാണ് പ്രധാനമായും മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പുസ്തകത്തിലും പറയുന്നത്. അന്ത്രപ്പേർ എന്ന കുടുംബത്തിലെ ഏറ്റവും ഇളയവനായ ക്രിസ്റ്റി അന്ത്രപ്പേർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ തുടങ്ങുന്നത്. എഴുത്തുകാരനായ ബെന്യാമിൻ തന്നെ ഈ ഒരു കഥയിൽ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. ക്രിസ്റ്റി എഴുതിയ ആത്മകഥാക്കുറിപ്പുകളുടെ ഒരു ഭാഗം അറ്റാച്ച്മെൻ്റായി ബെന്യാമിന് മെയിൽ വഴി അയച്ചു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും അവൻ എവിടെയാണെന്ന് വെളിപ്പെടുത്താനായി ആഗ്രഹിക്കുന്നില്ല. അവൻ തൻ്റെ കയ്യെഴുത്തു പ്രതിയുടെ പല ഭാഗങ്ങളും വ്യത്യസ്തമായ ആളുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും മറ്റു ഭാഗങ്ങൾ കൈവശമുള്ള ആളുകളെക്കുറിച്ച് ബെന്യാമിന് ഊഹിക്കാൻ കഴിയുമെന്നും അത് ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു കഥ തയ്യാറാക്കാമെന്നും പറയുന്നുണ്ട്. ഇതിലെ മുഴുവൻ കഥയും 2 ട്രാക്കുകളിലായാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തേത് ആ കയ്യെഴുത്തു പ്രതിയുടെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താനായി എഴുത്തുകാരൻ ശ്രമിക്കുന്നതും രണ്ടാമത്തേത് ആ കയ്യെഴുത്തു പ്രതിയിലൂടെ വികസിക്കുന്ന ഒരു കഥയുമാണ്. ഡീഗോ ഗാർഷ്യ എന്ന ഐലൻഡിലാണ് ക്രിസ്റ്റിയുടെ കഥ ആരംഭിക്കുന്നത്. പുരാതനമായ അന്ത്രപ്പേർ കുടുംബത്തിലെ അംഗമാണ് ക്രിസ്റ്റി എന്ന് ബെന്യാമിൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. പോർച്ചുഗലിൽ നിന്ന് കൊച്ചിയിലേക്കും അവിടെ നിന്ന് പോണ്ടിച്ചേരിയിലേക്കും പിന്നീട് ഡീഗോ ഗാർഷ്യയിലേക്കും കുടിയേറുകയും ഫ്രഞ്ച് ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായി ഏകദേശം 200 വർഷക്കാലം ഡീഗോ ഭരിച്ചിരുന്ന പുരാതനമായൊരു കുടുംബമായിരുന്നു അന്ത്രപ്പേർ കുടുംബം. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തായ ജെസിന്തയെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് ക്രിസ്റ്റി കണ്ടുമുട്ടുന്നു. ജെസിന്ത ഒരു കസ്റ്റംസ് ഓഫീസറായി മാറിയെന്നും സാമ്പത്തികമായി വളരെ ഉയർച്ചയിലാണുള്ളതെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. വലിയൊരു തറവാട്ട് പേരും കുടുംബമഹിമയും ഉണ്ടായിട്ടുകൂടി തനിക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെന്നത് ക്രിസ്റ്റിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഒരു നല്ല എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുകയും എന്നാൽ എവിടെയും എത്തിച്ചേരാൻ കഴിയാത്തതുമായൊരു നിലയിലായിരുന്നു ക്രിസ്റ്റി അപ്പോൾ. എന്നാൽ ആ പകൽ വെളിച്ചത്തിൽ ക്രിസ്റ്റി ഒരു വ്യക്തിയുടെ കൊലപാതകം നേരിട്ട് കാണുന്നുണ്ട്. പിന്നീടാണ് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി തൻ്റെ പഴയ സുഹൃത്തായ സെന്തിലാണെന്നത് ക്രിസ്റ്റി മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീട് അധികാരികൾ ഈ കൊലപാതകത്തെ മറച്ചുവെക്കാൻ ശ്രമം നടത്തുകയാണെന്നും സത്യത്തെ അടിച്ചമർത്താനായി ശ്രമിക്കുന്നതാണെന്നും ക്രിസ്റ്റി മനസ്സിലാക്കുന്നു. വളരെ ആസൂത്രിതമായി ഒരു കാർഡിയാക് അറസ്റ്റ് എന്ന രീതിയിൽ ഒരു സ്വാഭാവിക മരണമാണ് സെന്തിലിന് സംഭവിച്ചതെന്ന് അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ക്രിസ്റ്റി ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. ബെന്യാമിൻ ഒരു കൂട്ടം സുഹൃത്തുക്കളോടൊപ്പം ക്രിസ്റ്റിയുടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ തേടാൻ ആരംഭിക്കുന്നുണ്ട്. സെന്തിലിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ക്രിസ്റ്റിയുടെ അന്വേഷണവും ക്രിസ്റ്റിയെക്കുറിച്ചിട്ടുള്ള എഴുത്തുകാരന്റെ അന്വേഷണവുമായാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. പല സങ്കീർണമായ വഴികളിലൂടെയും ഇത് ക്രിസ്റ്റിയെ കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ പൂർവികരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ ക്രിസ്റ്റി ഈ അന്വേഷണത്തിനിടയിൽ തന്നെ കണ്ടെത്തുന്നുണ്ട്. ഇന്ത്യയിലെ ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാലങ്ങളിലേക്കും കഥ ആഴ്ന്നിറങ്ങുന്നുണ്ട്. മെൽവിൻ എന്ന പെൺസുഹൃത്തിനോടുള്ള ക്രിസ്റ്റിയുടെ പ്രണയവും അവളുടെ മരണവും കഥയ്ക്കൊരു വൈകാരികമായ വഴിത്തിരിവുണ്ടാക്കുന്നുണ്ട്. മെൽവിൻ്റെ മരണത്തെ തുടർന്ന് ക്രിസ്റ്റി ഉദയംപേരൂരിലെത്തുകയും മറിയം സേവ എന്ന ഇരുണ്ട ആചാരത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നുണ്ട്. മെൽവിൻ്റെ മരണം അപകടമരണം തന്നെയാണോ എന്ന് ഈ ഘട്ടത്തിൽ ക്രിസ്റ്റി സംശയിക്കുന്നു. പിന്നീട് ക്രിസ്റ്റിയുടെ അന്വേഷണങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന, അതിലെ നിഗൂഢതകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന, ഒടുവിൽ കാണാതായി എന്ന് വിശ്വസിക്കുന്ന ക്രിസ്റ്റിയെ തന്നെയും തിരയുന്ന ബെന്യാമിനെയും കൂട്ടുകാരെയുമാണ് നമുക്ക് നോവലിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നോവലിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ നിഗൂഢതകളുടെ അല്ലെങ്കിൽ കുറേയധികം ചോദ്യങ്ങളുടെ ഇടയിലേക്കാണ് വായനക്കാരും ചെന്നെത്തിപ്പെടുന്നത്. ഉത്തരം ലഭിക്കാത്ത കുറേയധികം ചോദ്യങ്ങളാണ് മഞ്ഞവെയിൽ മരണങ്ങൾ നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത്. ക്രിസ്റ്റി അന്ത്രപ്പേർ എന്ന വ്യക്തിയും അവൻ്റെ ജീവിതാനുഭവങ്ങളും വളരെ യാഥാർത്ഥ്യമാണ് എന്ന രീതിയിലാണ് എഴുത്തുകാരൻ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ത്രില്ലോടുകൂടി വായിച്ചു പോകാൻ പറ്റിയ ഒരു കഥയാണിത്. എന്നാൽ ഒരുപാട് രഹസ്യങ്ങൾക്കിടയിലൂടെ വായനക്കാരെ കൊണ്ടുപോകുമ്പോഴും എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാനായി എഴുത്തുകാരൻ ശ്രമിക്കുന്നില്ല. ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.